തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി പരാതി. പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം. പനിയും ചുമയുമായി ചികിത്സ തേടിയ കുട്ടിക്കാണ് കാലാവധി കഴിഞ്ഞ ആന്റിബയോട്ടിക് മരുന്ന് നൽകിയത്. ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം? ഈ കുട്ടിക്ക് ഈ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തു എന്ന് മാതാപിതാക്കൾ അറിയുന്നത്? ഇതിനെതിരെ നിയമ നടപടിക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടോ? ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ 4 വയസ്സുകാരന് ഈ അസുഖവുമായിട്ട് തിരുവനന്തപുരം പെരുമാതുറ PHSCയിലേക്ക് കൊണ്ടുപോകുന്നത്. ശ്വാസമുട്ടലും പനിയും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ 5 തരം ഗുളികകൾ ഇത്തരത്തിൽ എഴുതി കൊടുത്തിരുന്നു. അതിൽ 3 എണ്ണം പുറത്തുനിന്ന് വാങ്ങാൻ ആശുപത്രിയിൽ നിന്ന് തന്നെ കൊടുത്തിരുന്നു. ഈ കൊടുത്തതിൽ ഒരെണ്ണം അമോക്സിലിൻ എന്ന് പറയുന്ന മരുന്ന് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് നല്ല ക്ഷീണം വന്നു. കുട്ടി പിന്നീട് ഒരുപാട് സമയം ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവർക്ക് 2 നേരം മരുന്ന് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരുന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 2023 ഉള്ള മരുന്നിന് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കാലാവധി അവസാനിച്ചത്. ഈ മരുന്നാണ് കുട്ടിക്ക് കൊടുത്തത്. അങ്ങനെ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ഈ PHSC ചെല്ലുകയും അവിടുത്തെ അധികൃതരോട് സംസാരിക്കുകയും ചെയ്ത സമയത്ത് ആദ്യഘട്ടത്തിൽ ഇവർ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് അത് ഒരുപാട് തർക്കമാവുന്ന സമയത്താണ് ഇവർ തന്നെ പറയുന്നത് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞിരുന്നു, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വീഴ്ച പറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മരുന്ന് കഴിച്ചതിന് ശേഷം കുട്ടിക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. കുട്ടിക്ക് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ഈ മാതാപിതാക്കൾ ഭയന്ന് ഈ ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്നത്. തുടർന്നാണ് ഇവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അധീക്ഷകനും DMOയ്ക്കും അതോടൊപ്പം തന്നെ കളക്ടറിനും പരാതി നൽകിയിട്ടുള്ളത്. ഏറ്റവും ഈ പെരുമാതുറ മേഖലയിൽ ഇത്തരത്തിലുള്ള PHSCകൾ 2 PHSCകളാണുള്ളത്. പിന്നീടുള്ളത് ദൂരെയാണ് ആശുപത്രി. ചിറയൻകീഴിലും അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒക്കെ ചികിത്സ തേടി വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആശുപത്രി തീരദേശ മേഖലകളിലെ PHSCകളിലും അതോടൊപ്പം തന്നെ ആതുര സേവന കേന്ദ്രങ്ങളിലും ഒക്കെ നൽകുന്ന മരുന്നുകൾ സുരക്ഷിതമില്ലാതെ ഇരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണോ മേഖലകളിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ PHSCകളിലൊക്കെ വിതരണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം പെരുമാതുറ, പുതുക്കുറിച്ചി, പുത്തൻതോപ്പ് ഈ 3 PHSCകളും പ്രൈമറി തന്നെ വന്ന് ഈ മേഖലയിലുള്ള ആളുകൾക്ക് ചികിത്സ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ 3 PHSC ദേവാലയം തുടരുക. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞത്? കാരണം കുട്ടി മയക്കത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഡോസ് കൂടുതൽ കൊടുത്തതാണ് അല്ലെങ്കിൽ ഈ പഴക്കം ചെന്ന മരുന്ന് കൊടുത്തതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞത്? ഇതിൽ ആശുപത്രി അധികൃതർ എന്ത് വിശദീകരണമാണ് നിങ്ങളോട് പറഞ്ഞത്? ആശുപത്രി അധികൃതർ ഇന്ന് രാവിലെ, ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഇതിന്റെ മെഡിക്കൽ ഓഫീസറെ പോയി നേരിട്ട് കാണുകയുണ്ടായിരുന്നു. മെഡിക്കൽ ഓഫീസറിനെ നേരിട്ട് കണ്ടപ്പോൾ മെഡിക്കൽ ഓഫീസർ അവര് മരുന്ന് കുറിച്ച് കൊടുത്തു. ഈ മരുന്ന് ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ചു. ഈ മരുന്ന് അവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാൻ മരുന്നില്ല, പുറത്തുനിന്ന് എടുക്കാൻ പറയാം. പക്ഷെ നമ്മൾ ആദ്യം പോയി അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ഒരു മരുന്ന് ഇവിടുന്ന് കൊടുത്തിട്ടില്ല എന്ന് അവർ നിഷേധിച്ചു ആദ്യം. പിന്നെ നമ്മൾ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരെല്ലാം വന്ന് സംസാരിച്ചപ്പോഴും അവർ പിന്നെ അത് സമ്മതിച്ചു. കാര്യം അവർ മരുന്ന് തന്നതിന്റെ തെളിവ് അവിടെ ഉണ്ട്, അവരുടെ രജിസ്റ്ററിൽ തെളിവുണ്ട്. അപ്പൊ അതവർക്ക് പിന്നെ നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ ഇതെന്തിനാണ് കൊടുത്തത്? ഇതേപോലെ നമ്മൾ ഈ തീരദേശത്ത് കിടക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളത് നോക്കിയില്ല. ഇതിൽ എത്ര മരുന്നുകൾ ഇവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ശരി, ഇതിൽ എന്ത് നിയമ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം? കാര്യം ഇവർ ഇത് കൊടുത്തില്ല എന്നവരിപ്പോ നിഷേധിച്ചത് കൊണ്ട് നമ്മൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ ഒരു തടസ്സവുമില്ല. ശരി, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛനായിരുന്നു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്ന ജനൻ TVയോട്. ഈ അനാസ്ഥയ്ക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അനാസ്ഥയുടെ കൂത്തരങ്ങായിട്ട് സർക്കാർ ആശുപത്രികൾ പോകുന്നു, PHCകൾ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പെരുമാതുറ തീരദേശ മേഖലയായ പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 വയസ്സായ കുട്ടിക്ക് മരുന്ന് മാറി ചികിത്സിച്ചത്. വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു ടിൻഡുദാസ്.